കഥ തുടങ്ങുന്നത് സുബീക്കാണ്. ഇപ്പൊ അപ്പുറത്ത് നിന്ന് കിക്കർ അടിക്കുമ്പോ ക്യാമറ പിടിച്ച് സഹായിക്കുന്ന ഒരു ക്യാമറമാനാണ് ഈ ക്യാമറ പിടിച്ചു. ഇനി കിക്കർ അടിച്ച് എങ്ങോട്ടാന്നല്ല, ഡെയിലി റൂട്ട് നമ്മൾ വീഡിയോക്ക് വേണ്ടി കളയാൻ പറ്റില്ലല്ലോ. കാര്യം എന്താണ് പറയാതെ ഞാൻ മനസ്സിലാക്കി തരാം. അതന്നെ പള്ളിക്ക് തന്നെ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ചക്ക വെട്ടിട്ട മാതിരി കടത്താം. പിന്നെ നീക്കണത് 11 മണിക്കാണ്. അതൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നു. പല്ലും പാടി തേക്കാതാണ് ഈ ക്യാമറ മുമ്പിൽ കൊഞ്ഞല കാട്ടാൻ ഓരോരോ പ്രഹസനങ്ങളെ. പക്ഷെ ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ പുളിയ വളരെ തയ്യാറ് കൊടുത്ത ശേഷം വീഡിയോ എടുക്കാനുള്ള മൂഡ് പിന്നെ വിചാരിച്ചു റൂം ശരിയാക്കാം. ഈ റൂം ശരിയാക്കാൻ ചില്ലറ ആരോഗ്യമൊന്നും പോരാ. ഇപ്പൊ ചെയ്യാൻ നിന്ന 11:30 നോമ്പ് കുറിക്കേണ്ടി വരും. അതുകൊണ്ട് ആ മിഷൻ ക്യാൻസൽ ആക്കി. മേലെ അങ്ങനെ പണിന്ന് റമദാനിൽ പാടില്ല എന്നൊരു വലിയ മഹാൻ പറഞ്ഞു. വലിയൊരു പറഞ്ഞ പിന്നെ അഫ്ലൂന് കേട്ടില്ലെങ്കിൽ എന്തോ മാതിരി. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. ഇന്ന് വെള്ളിയാഴ്ച ഇവിടെ എങ്ങനെ വെച്ച നേരത്തെ പള്ളി പോയ ഏസിന്റെ വീട്ടിലിരിക്കും. വെള്ളയും വെള്ളിട്ട് കാണാൻ ഇന്ന് വേറെ ലുക്ക് തന്നെ അല്ലേ. ഒരു മെയിൻ സാധനം പാടിയുണ്ട്. ഇപ്പോഴാണ് അൽ അഫ്ലു മുസ്ലിയാരായത്. പള്ളി കഴിഞ്ഞ് വന്നപ്പോ ഇക്കൊരു കൊറിയർ കിട്ടിക്കും. എന്നാ പിന്നെ അതാണ് കുത്തിപ്പൊളിക്കാന്ന് വിചാരിച്ചു. അതിന്റെ ഉള്ളിൽ ഒരു പാന്റ് ഷർട്ട് ചെയ്തു. പാന്റ് കാണുമ്പോ വലിയ ചാക്കുമാതിരി ഒരു സാധനം. ഇതിലൊരു ട്വിസ്റ്റ് എന്താ വെച്ചാൽ ഈ പാന്റ് ഇടാൻ ആദ്യം യൂട്യൂബ് ഒക്കെ പഠിക്കണം. ഇതിലാണ് ഈ മൂത്രയിക്കാൻ സിബില്ല. സിബാണെങ്കിൽ പോക്കറ്റിൽ കൊടുത്തു. പിന്നെ വായു സഞ്ചാരത്തിന് വലിയൊരു ഓട്ടി കുറച്ച് കാറ്റും മണിച്ചൊക്കെ കൊള്ളട്ടേന്ന്. അപ്പൊ ഇതിന് കിട്ടിയ ഷർട്ടിന്റെ ട്രയൽ കഴിഞ്ഞു. എന്നാൽ ഈ പാന്റ് ഇട്ട് എങ്ങനെ മൂത്രയിക്കുക. അത് കഴിഞ്ഞ് വൈകുന്നേരം നമുക്കൊരു ഷർട്ടിന്റെ വീഡിയോ എടുക്കാണ്ടായി. അതിന്റെ ഒരു പുളി ആലും പാടി കഴിഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞപ്പോ കിട്ടിയ പാന്റ് നമ്മൾ അൾട്രേറ്റ് ചെയ്യാൻ കൊണ്ടേ. അപ്പൊ നോമ്പറക്കാനും ആയിരുന്നു. അപ്പൊ ഫോളോ ചെയ്ത അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.